നമസ്കാരം കൂട്ടുകാരെ. ബുദ്ധിമാനായ ആട്, അതാണ് നമ്മുടെ കഥയുടെ പേര്. ഒരിക്കൽ ഒരാട് വഴിതെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കണ്ട് ആടിന് കൗതുകം തോന്നി. ഹായ്, എന്തു ഭംഗിയാ! നിറയെ ഇളം പുല്ലുകൾ. പുല്ലും തിന്ന് വയറും നിറച്ച് ആട് തല ഉയർത്തിയപ്പോൾ ആടിന്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഒരു ഭൂതമാണെന്നേ തോന്നൂ. കുറച്ചു നേരം അവിടെ ഇരിക്കാം. നാട്ടിലെ ആടല്ലേ, താനിരുന്നിടം ഒരു ഗുഹയാണെന്ന് അതുണ്ടറിയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. എന്നിട്ട് ആ ഭീകരരൂപം കണ്ട് സിംഹം ആദ്യമൊന്ന് പിടങ്ങി. എന്നിട്ട് ശബ്ദമുയർത്തി പറഞ്ഞു, ആരാടാ നീ? എന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ? ഇത്രയൊക്കെ കേട്ട ആട് രണ്ടും കളിപ്പിച്ചും കൊണ്ട് ശബ്ദമുയർത്തി പറഞ്ഞു, ഹ ഹ ഹ, അപ്പോൾ നീയാണല്ലേ കാട്ടിലെ രാജാവ് എന്ന് പറഞ്ഞു നടക്കുന്ന സിംഹം. നീ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകളെയും രാജാവ്. നിന്നെ തന്നെയാ ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. ഇത്രയൊക്കെ കേട്ട സിംഹം പേടിച്ച് തിരിഞ്ഞോടി. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറുക്കൻ സിംഹത്തിന്റെ പിന്നാലെ ഓടി. രാജാവേ, ഒന്ന് നിന്നാലും, അങ്ങ് ഇങ്ങോട്ടാണ് ഇങ്ങനെ പരശനോ പോലെ ഓടുന്നത്? നിൽക്കാൻ നേരമില്ല, ആ ചക്രവർത്തി എന്നെ തിന്നും. ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറി ഇരിപ്പുണ്ട്. ഇനി ഈ കാട് രക്ഷില്ല. വേറെ ഏതെങ്കിലും രാജാവില്ലാത്ത കാട് നോക്കണം. ഈ സിംഹത്തിന് കൊണ്ടത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. കുറുക്കനുള്ളിൽ ഊറിച്ചിട്ടു. പ്രഭോ, ആരോ പറ്റിച്ചതാ. വസ്ത്രമെന്നറിയാൻ ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഗുഹക്കരികിൽ കാൽപ്പാട് കണ്ട കുറുക്കന് അളിപിടികിട്ടി. വീണ്ടും സിംഹത്തിന്റെ അരികിലെത്തി. രാജാവേ, അതൊരാടാണ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാനൊക്കെ പണ്ട് എത്രയോ ആടുകളെ പിടിച്ചിട്ടുള്ളതാ. അങ്ങ് ധൈര്യമായി വന്നാലും, പേടിയാണെങ്കിൽ എന്റെ പുറകിൽ ഒളിച്ചാലും മതി. ഛേ, കാട്ടിലെ രാജാവായ ഞാൻ ഒരു നിസാരനായ കുറുക്കനെ ഓടിക്കാനോ? രാജാവേ, നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നോട്ടെ. ഗുഹക്കരികിൽ സിംഹത്തെയും കുറുക്കനും കണ്ട ആടിന് വെപ്രാളമായി. പക്ഷെ അവരുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയത് കണ്ടപ്പോൾ ആടിന് കാര്യം പിടികിട്ടി. ആടിന്റെ സുഖങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ കുറുക്കൻ കളിയാക്കി ചോദിച്ചു, എത്തി ചക്രവർത്തി? ബുദ്ധിമാനായ ആട് വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരമായി ചങ്ങാതി, ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞ ഞാൻ കാട്ടിലെ രാജാവായ സിംഹത്തെ നീ കൊണ്ടുവന്നു. എടാ ചതിയാ! എന്നിട്ട് സിംഹം ഒരൊറ്റ ഓട്ടമായിരുന്നു. പിന്നെ വാലിൽ കെട്ടിയ കുറുക്കൻ്റെ പിന്നെ പറയണ്ടല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആട് ഓർത്തോർത്ത് ചിരിച്ചു. അപ്പോൾ കൂട്ടുകാരെ, ആപത്തുനിന്ന് രക്ഷ നൽകാൻ ശക്തിയേക്കാൾ ബുദ്ധിയാണ് വേണ്ടത്. നന്ദി, നമസ്കാരം.